കുട്ടിന്റെ വിത്തുകളെല്ലാം വെറുതെ വരുന്നാണോ ചേച്ചി? പൈസ കൊടുക്കണോടാ മണ്ട. ഇതിനെന്തൊക്കെ പൂക്കളുണ്ടോ? പൂക്കളായ പൂക്കളൊക്കെ. മഞ്ഞ റോസാ ചെടിയുണ്ടോ? മഞ്ഞയില്ല, ഇളം ചുവപ്പും കടും ചുവപ്പും ഉണ്ട്. അപ്പുറത്തെ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടല്ലോ മഞ്ഞ റോസ. ഡേയ്, അപ്പുറത്തെ കുശുശുവിന്റെ കൈ മഞ്ഞ റോസ് പൂ ഉണ്ടെന്ന് ഇവൻ പറയുന്നു, ശരിയാണോ? ഉണ്ടുണ്ട്, വലിയ ഒരെണ്ണം. എന്നാലത് വേണല്ലോടേ. എപ്പോഴാ ഒന്ന് കട്ടെടുക്കുക? പറ്റില്ല, മുറിക്കകത്ത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുക. എന്നാ നിങ്ങൾ ചെന്നൊന്ന് ചോദിക്കേ, അതെനിക്ക് തരുമെന്ന്. ചെല്ല്. ഉഷമലരി, നീ ഇവിടെ നിക്ക്, എനിക്ക് കൂട്ടായിട്ട്. ശ്രീചേട്ടാ, ഗേളി ചേച്ചി ചോദിച്ചു ആ മഞ്ഞ റോസാ ചെടി ഒന്ന് കൊടുത്തേക്കുവന്ന്. ഗേളി ചേച്ചി അപ്പുറത്തെ ഡൽഹിയിൽ വന്ന നീയൊക്കെ ആരാടാ? അവളുടെ അണ്ടർ സെക്രട്ടറി കൊടുക്കേട്ടാ. ഗേളി ചേച്ചി അവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവളോട് പോയി പറ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ചിലപ്പോ കൊടുത്തെന്നിരിക്കും, ചിലപ്പോ കൊടുത്തില്ലെന്നിരിക്കും. ഇപ്പൊ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട, അങ്ങനെ എപ്പോ വന്നാലും എന്നെ കാണാനൊക്കത്തില്ലെന്ന് അവളോട് പറഞ്ഞേരെ. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പോട്ടെ, ഒരു 5 മണിക്ക് വരാൻ പറ. ശരി. ഓക്കെ? അങ്ങനെ എല്ലാരും കൂടെ വരണ്ട, അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ. നിനക്കൊക്കെ ഇപ്പൊ എന്നെ ഒരു മൈൻഡില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മക്കാണ് വേണ്ട ചേച്ചി. അതെന്താ? ആ ശ്രീയേട്ടന്റെ ഒരു ഗമ പറയുവാ. പസ്പസ് ശ്രീയേട്ടന്റെ മുമ്പിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. എന്നാലും തരാന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോ തന്നിരിക്കും, ചിലപ്പോ തന്നില്ലെന്നിരിക്കും. അതും വെറുതെ അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. ടൈം ഫിക്സ് ആയിട്ട് വൈകിട്ട് 5 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. 5 മണിക്കോ? എന്നാലും ചെന്ന് നോക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്. ഞാനപ്പുറത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് ഡോട്ടർ. എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിലൊരു മഞ്ഞ റോസാച്ചെടി ഉണ്ട്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണല്ലേ? അതെ. പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ്പസ് എന്ന് വിളിക്കും, അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ, വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ? ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. അങ്ങനെ ഒരു കണ്ണാടി എവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല. I am busy. You may go, please. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്നെങ്കിലും ഞാനത് വാങ്ങും. എന്ത് ബെറ്റ് വേണമെങ്കിലും വെച്ചോ. കാണാം. കാണാം. കാണാം.
ഏയ്. ഹായ് അമ്മ. അല്ല ഇതെപ്പ കയറിപ്പോയി മുകളിലോട്ട്? അല്പനേരമായി. ശ്രീകുമാർ പറഞ്ഞിട്ട് വന്നതാ. ഞാൻ കേളിയാ, മണിക്കുട്ടിയുടെ മകള്. അത് മനസ്സിലായി. എന്തിനാ മോളി പോയത്? ശ്രീയെ കാണാൻ. ആ പിന്നെ വല്യമ്മച്ചി പറഞ്ഞിരുന്നു എന്റെ മമ്മിയും അമ്മയൊക്കെ വലിയ കൂട്ടുകാരികളായിരുന്നു എന്ന്. അതൊക്കെ ശരിയാ, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് മോളി പോയാ പോരായിരുന്നോ? ഞാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല. ഐ എം സോറി. എന്നാലും അന്വേഷിക്കാമായിരുന്നു. ആട്ടെ, എന്തിനാ വന്നേ? ശ്രീയുടെ കയ്യിലൊരു റോസാച്ചെടി ഉണ്ടമ്മേ, അതൊന്ന് എനിക്ക് തരാൻ പറ. ഞാൻ അവിടുത്തെ തോട്ടമൊക്കെ ശരിയാക്കുകയാണ്. ആഹാ, അത്രേ ഉള്ളോ? എടാ ശ്രീ, എന്താ? ദേ നോക്ക്, നിനക്കെന്തിനാ റോസ് ചെടി? അത് അവക്ക് അങ്ങ് കൊടുത്തൂടെ? എനിക്ക് മനസ്സില്ല. അമ്മ ഇതിൽ ഇടപെടൊന്നും വേണ്ട. ആ പെണ്ണോട് പോകാൻ പറ. ഓ പിന്നെ, ദേ നമ്മുടെ മണിക്കുട്ടിയുടെ മോളാ. ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. നീ വാ മോളെ. അതുകൊണ്ടോ വളയാത്ത? ആഹാ, എന്നാടാ ഇത്ര പരവേശപ്പെട്ടു? എടാ പിന്നെ ഈ ഗൾഫിലൊക്കെ ഒരു തരം കൂളിംഗ് ഗ്ലാസ് കിട്ടുമോ? പിന്നെ റേബൺ, പെർസോൾ, കരേര, ഒരുപാട്. അതല്ലടാ, ഈ കണ്ണി വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്. ആ ഉണ്ട്, നീ വല്ലതും കണ്ടോ? അല്ല, ഡ്രസ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലേ? ഒരു വാ കാണാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം. പക്ഷെ ഒന്നുണ്ട്, കറുപ്പിലൂടെ അവൻ കടന്നു പോകത്തില്ല. പിന്നെ വല്ല കറുത്തുകാരോടോ അങ്ങനെ വല്ലതും കൊണ്ടേ കാണാൻ പറ്റും. എനിക്ക് അവരെണ്ണം സംഘടിപ്പിക്കണമല്ലോ. അയ്യോ, ഒരു രക്ഷയില്ല. കസ്റ്റംസിൽ പിടിച്ച ഡ്യൂട്ടി ഒന്നുമല്ല, അപ്പൊ അറസ്റ്റ് ചെയ്താകത്ത. അല്ല, നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, നീ ആ കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുക, ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്റെ കംപ്ലീറ്റ് കാണാൻ നോക്കൂ. കംപ്ലീറ്റ് നല്ല മണിമണി പോലെ കാണാൻ പറ്റും. അയ്യേ, എന്താ, എന്ത് പറ്റിയടാ? ഇവിടെ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണാടി വെച്ച് അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കും